أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام را تلك آيات الكتاب المبين സ്പഷ്ടമായ വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളാകുന്നു അവ. إنا أنزلناه قرآنا عربيا لعلكم تعقلون നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായി ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു. نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين നിനക്ക് ഈ ഖുർആൻ ബോധനം നൽകിയതുവഴി ഏറ്റവും നല്ല ചരിത്ര വിവരണമാണ് ഞാൻ നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനു മുമ്പ് നീ അതിനെപ്പറ്റി ബോധമില്ലാത്തവനായിരുന്നു. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين യൂസുഫ് തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം: എന്റെ പിതാവേ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين അദ്ദേഹം, അതായത് പിതാവ് പറഞ്ഞു: എന്റെ കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നീ നിന്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത്. അവർ നിനക്കെതിരെ വല്ല തന്ത്രവും പ്രയോഗിച്ചേക്കും. തീർച്ചയായും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم അപ്രകാരം നിന്റെ രക്ഷിതാവ് നിന്നെ തെരഞ്ഞെടുക്കുകയും സ്വപ്ന വാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് നിനക്കവൻ പഠിപ്പിച്ചു തരികയും നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹങ്ങൾ അവൻ നിറവേറ്റുകയും ചെയ്യുന്നതാണ്. മുമ്പ് നിന്റെ 2 പിതാക്കളായ ഇബ്രാഹിമിന്റെയും ഇസ്ഹാഖിന്റെയും കാര്യത്തിൽ അതവൻ നിറവേറ്റിയതുപോലെ തന്നെ. തീർച്ചയായും നിന്റെ രക്ഷിതാവ് സർവജ്ഞനും യുക്തിമാനുമാകുന്നു. لقد كان في يوسف وإخوته آيات للسائلين തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ച് മനസ്സിലാക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്. إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين യൂസുഫും അവന്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് നമ്മേക്കാൾ ഇഷ്ടപ്പെട്ടവർ. ഞമ്മളാകട്ടെ ഒരു പ്രബലമായ സംഘമാണ് താനും. തീർച്ചയായും നമ്മുടെ പിതാവ് വ്യക്തമായ വഴിപിഴവിൽ തന്നെയാണ്. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക, അല്ലെങ്കിൽ വല്ല ഭൂപ്രദേശത്തും അവനെ കൊണ്ടുപോയി ഇട്ടേക്കുക. എങ്കിൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ആളുകളായി കഴിയുകയും ചെയ്യാം എന്ന് അവർ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രേ. قال قائل منهم
لا تقتلوا يوسف وألقوه في غيابة الجب يلتقطه بعض السيارة إن كنتم فاعلين. അവരിൽ നിന്ന് ഒരു വക്താവ് പറഞ്ഞു, യൂസുഫിനെ നിങ്ങൾ കൊല്ലരുത്. നിങ്ങൾക്ക് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഒരു കിണറ്റിന്റെ അടിയിലേക്ക് ഇട്ടേക്കുക. ഏതെങ്കിലും യാത്രാ സംഘം അവനെ കണ്ടെടുത്തുകൊള്ളൂ. قالوا يا أبانا ما لك لا تأمنا على يوسف وإنا له لناصحون. തുടർന്ന് പിതാവിന്റെ അടുത്ത് ചെന്ന് അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, താങ്കൾക്ക് എന്തു പറ്റി? യൂസുഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല. ഞങ്ങളാകട്ടെ തീർച്ചയായും അവന്റെ ഗുണകാംക്ഷികളാണ് താനും. أرسله معنا غدا يرتع ويلعب وإنا له لحافظون. നാളെ അവനെ ഞങ്ങളോടൊപ്പം അയച്ചു തരിക. അവൻ ഉല്ലസിച്ച് നടന്നു കളിക്കട്ടെ. തീർച്ചയായും ഞങ്ങൾ അവനെ കാത്തു രക്ഷിച്ചു കൊള്ളാം. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോകുക എന്നത് തീർച്ചയായും എനിക്ക് സങ്കടമുണ്ടാക്കുന്നതാണ്. നിങ്ങൾ അവനെ പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ തിന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു പ്രബലമായ സംഘമുണ്ടായിട്ടും അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ മഹാനഷ്ടക്കാർ തന്നെയായിരിക്കും. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. അങ്ങനെ അവർ അവനെ, അതായത് യൂസുഫിനെയും കൊണ്ടുപോകുകയും അവനെ കിണറ്റിനടിയിലേക്ക് ഇടുവാൻ അവർ ഒന്നിച്ചു തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവർ ആ കടും കൈ പ്രവർത്തിക്കുക തന്നെ ചെയ്തു. തീർച്ചയായും നീ അവർക്ക് അവരുടെ ഈ ചെയ്തിയെപ്പറ്റി ഒരിക്കൽ വിവരിച്ചു കൊടുക്കുമെന്ന് അവന്, അതായത് യൂസുഫിന് ഞാൻ ബോധനം നൽകുകയും ചെയ്തു. അന്ന് അവർ അതിനെപ്പറ്റി ബോധവന്മാരായിരിക്കുകയില്ല. അവർ സന്ധ്യാസമയത്ത് അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ചെന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ച് ഓടിപ്പോകുകയും യൂസുഫിനെ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത് വിട്ടുപോകുകയും ചെയ്തു. അപ്പോൾ അവനെ ചെന്നായ തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പോലും താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുകയില്ലല്ലോ. أمرا فصبر جميل والله المستعان على ما تصفون. യൂസുഫിന്റെ കുപ്പായത്തിൽ കള്ളച്ചോരയുമായാണ് അവർ വന്നത്. പിതാവ് പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് ഒരു കാര്യം ഭംഗിയായി തോന്നിച്ചിരിക്കുകയാണ്. അതിനാൽ നല്ല ക്ഷമ കൈക്കൊള്ളുക തന്നെ. നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അല്ലാഹുവോടത്രേ. قال يا بشرى هذا غلام وأسروه بضاعة والله
ഒരു യാത്രാ സംഘം വന്നു. അവർക്ക് വെള്ളം കൊണ്ടുവരുന്ന ജോലിക്കാരനെ അയച്ചു. അവൻ തന്റെ തൊട്ടി ഇറക്കി. അവൻ പറഞ്ഞു, ഹാ സന്തോഷം, ഇതാ ഒരു ബാലൻ. അവർ ആ ബാലനെ ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചു വെച്ചു. അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. وشروه بثمن بخس دراهم معدودة وكانوا فيه من الزاهدين. അവർ അവനെ തുച്ഛമായ ഒരു വിലക്ക് ഏതാനും വെള്ളിക്കാശിനെ വിൽക്കുകയും ചെയ്തു. അവർ അവന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരുടെ കൂട്ടത്തിലായിരുന്നു.